നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭ ഉൾപ്പെടെ 4 പഞ്ചായത്തുകളിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. വടക്കാഞ്ചേരി നഗരസഭയിൽ ബുധനാഴ്ച 92 പത്രികകൾ ലഭിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, BJP നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ പത്രിക നൽകി. വേലൂർ, മുള്ളൂർക്കര, കടങ്ങോട് പഞ്ചായത്തുകളിലെ LDF സ്ഥാനാർത്ഥികൾ പ്രകടനമായി എത്തി പത്രിക സമർപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. തൃശൂർ അമല സെന്ററിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് 3 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് ആന്ധ്രാപ്രദേശത്തിൽ നിന്നുള്ള ഭക്തർ സഞ്ചരിച്ച കാർ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ ഷിഹാബുദ്ദീൻ, യാത്രക്കാരി സജ്ന, കാറിലുണ്ടായിരുന്ന നാഗേന്ദ്ര റാവു എന്നിവർക്കാണ് പരിക്കേറ്റത്. നാടിനെ നടുക്കിയ ടാക്സി ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ ശേഷം കാർ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ 3 പ്രതികളെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഒക്ടോബർ 30-നാണ് സംഭവം നടന്നത്. ആലുവയിൽ മറ്റൊരു കേസിൽ പിടിയിലായ പ്രതികളെയാണ് കോടതിയിൽ നിന്നും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസ് അന്വേഷണത്തിന് SI ഹരിഹര സൂനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തുടക്കം കുറിച്ചു. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരതനാട്യം പഠനം പൂർത്തിയാക്കിയ ആൺകുട്ടിയായ 11 വയസ്സുകാരൻ ഡാനിയൽ എൽദോ. ആസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ ഡാനിയൽ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ കീഴിൽ 6 മാസത്തെ കോഴ്സാണ് പൂർത്തിയാക്കിയത്. ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ അവസരം നൽകിയ ശേഷം ആദ്യമായി കോഴ്സ് പൂർത്തിയാക്കുന്ന വ്യക്തിയാണ് ഡാനിയൽ.